നമസ്കാരം. ഇൻ്റർവ്യൂ ടിപ്സ് ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇൻ്റർവ്യൂ ടിപ്സിൻ്റെ രണ്ടാമത്തെ ലെസണാണ് ഇന്ന് പഠിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 5P എന്താണെന്ന് പഠിച്ചു അല്ലേ? അപ്പോൾ അതിനകത്ത് നമുക്ക് അതിൻ്റെ ആദ്യമേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ തയ്യാറായിരിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ പ്രസൻസ്, പെർഫോമൻസ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് ലെസണിൽ നമ്മൾ പഠിച്ചു. അടുത്തത് വരുന്നത് 5C ആണ്. 5P ആൻഡ് 5C. ഈ ഏത് ഇൻ്റർവ്യൂ ആണെങ്കിലും അതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിനനുസരിച്ച് ഈ 5C എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് കണ്ടന്റുകൾ വരുന്നത്? ക്യാരക്ടർ വരുന്നുണ്ട്, കൾച്ചർ ഫിറ്റ് വരുന്നുണ്ട്, കരിയർ ഡയറക്ഷൻ വരുന്നുണ്ട്, കോമ്പറ്റൻസ് വരുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഈ 5P ആൻഡ് 5C എന്ന് പറഞ്ഞാൽ 10 ഘടകങ്ങളിൽ നമ്മൾ എത്രത്തോളം പെർഫോം ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നമുക്ക് ഓരോ ഇൻ്റർവ്യൂവിൻ്റെയും റിസൾട്ട് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ മേഖലയിലാണെങ്കിലും ഇപ്പം നമുക്ക് ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഹെൽത്ത് ഇൻസ്പെക്ടർ പരീക്ഷയുടെ ഇൻ്റർവ്യൂ ആണ് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, എന്തൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത്, ആ ചോദ്യങ്ങൾക്ക് നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഉത്തരം കണ്ടെത്തേണ്ടത്, ഉത്തരം നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്ത് രീതിയിലാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ബേസിക് ആയിട്ടുള്ള 2 വീഡിയോസിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു 5Pയിൽ നമ്മൾ പറഞ്ഞു നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് നമ്മുടെ മുന്നിലിരിക്കുന്ന ഇൻ്റർവ്യൂവേഴ്സിനെ എങ്ങനെയാണ്, ഏത് തരത്തിലാണ് അവർക്ക് നമ്മളെ ബോധ്യപ്പെടുന്ന രീതിയിൽ ഓരോ ചോദ്യത്തിനും ഉത്തരങ്ങൾ ഷെയർ ചെയ്യുന്ന, ഉത്തരങ്ങൾ നമ്മളത് അവതരിപ്പിക്കുന്ന രീതികളും അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഏത് തരത്തിലാണ് ഉണ്ടാവുന്നതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ്, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ 5Cയിലും നമുക്ക് നോക്കാനുള്ളത്. നമ്മൾ അതിനകത്ത് പറഞ്ഞ് നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ ഗുഡ് ലുക്കിംഗ് എന്ന് പറഞ്ഞു അല്ലേ? നമ്മുടെ ക്യാരക്ടർ എങ്ങനെ ആയിരിക്കണം, അതേപോലെ തന്നെ നമുക്കിപ്പോൾ ലഭിക്കുന്ന ജോലി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ജോലിയോട് നമ്മൾ എത്രത്തോളം ആത്മാർത്ഥത കാണിക്കും, ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ആ ക്വസ്റ്റ്യനിലൂടെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരിക്കലും ടോപ്പിക് വൈസ് മാത്രമായിട്ട് ക്വസ്റ്റ്യൻസ് മാത്രമല്ല ചോദിക്കുക. നമ്മൾ പഠിച്ചിരിക്കുന്ന ഇപ്പം നമ്മുടെ ടോപ്പിക്കിൽ വരുന്ന ഓരോ അസുഖങ്ങളെ കുറിച്ച് മാത്രമായിരിക്കില്ല ചോദിക്കുക. നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്കറിയാം, ഓരോ അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കാര്യം പറയാം. ഒരു കോളറ ഔട്ട് ബ്രേക്ക് വന്നു, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു കോളറ അസുഖം വന്നു, അല്ലെങ്കിൽ അവിടെ ഡെങ്കിപ്പനി വന്നു, അല്ലെങ്കിൽ അവിടെ മഞ്ഞപ്പിത്തം വന്നു, ഇപ്പം റീസെൻ്റായിട്ട് നിപ്പ അസുഖം, ഇത്തരത്തിലൊക്കെ അസുഖങ്ങൾ വരുമ്പോൾ ആസ് എ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന നിലയിൽ നിങ്ങൾ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് അവിടെ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ജോലികൾ എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള ഉത്തരങ്ങൾ പറഞ്ഞു നിൽക്കാൻ എന്ത് വേണം? നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓരോ അസുഖങ്ങൾ വരുമ്പോൾ അവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത് ഇല്ലേ? ഇപ്പം ഈ മഴക്കാലമാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ, ഇഷ്ടം പോലെ ചോദ്യങ്ങൾ വരും. വെള്ളക്കെട്ടുകൾ വരുമ്പോൾ നിങ്ങൾ അവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ചെയ്യുക? ഒരു ദുരിതാശ്വാസ ക്യാമ്പ് വരുമ്പോൾ നിങ്ങൾ അവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ചെയ്യുക? ഇനി വെള്ളപ്പൊക്കം വന്നാൽ, അതേപോലെ തന്നെ മണ്ണിടിച്ചിലുണ്ടായാൽ, ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടായാൽ അവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അവിടെ എങ്ങനെയൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്ന വ്യക്തികൾക്ക് എന്ത് തരത്തിലുള്ള സേവനങ്ങളാണ് കൊടുക്കുന്നത്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ അതിനൊക്കെ നമുക്ക് എന്താ വേണം? തിയറിറ്റിക്കലായിട്ടുള്ള ഓരോ അസുഖങ്ങളെ കുറിച്ചിട്ടുള്ള ജ്ഞാനം നമുക്ക് വേണം. ഓരോ അസുഖത്തിനും എന്തൊക്കെ ചികിത്സകളാണ് കൊടുക്കേണ്ടത്, എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ചെയ്യേണ്ടത്, അതൊക്കെ നമുക്ക് അറിയണം. ഇതിന് പുറമേ നമുക്ക് എന്തുകൂടെ വേണം? നമ്മുടെ ആറ്റിറ്റ്യൂഡ്, അതാണ് പ്രധാനം. നമ്മൾ ഓരോ അവസ്ഥയെയും നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഇൻ്റർവ്യൂവേഴ്സിന് അറിയാൻ താല്പര്യമുണ്ടാവും. അവരതിനനുസരിച്ച് മാത്രമായിരിക്കും നിങ്ങളുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുക.
അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരിക്കലും നമുക്കിപ്പോൾ ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 10 മിനിറ്റ്, മാക്സിമം 10 മിനിറ്റ് ഒന്നും നിൽക്കില്ല, മാക്സിമം ഒരു 10 മിനിറ്റ് ആണ് നമുക്ക് ആ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ഉള്ളിൽ സമയം ഉണ്ടാകും. ആ ചോദ്യങ്ങൾ സ്പ്ലിറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ടാവും. നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യാനിരിക്കുന്ന ബോർഡിൽ ചുരുങ്ങിയത് 3 പേരെങ്കിലും ഉണ്ടാവും. ഈ 3 പേരും 3 തരത്തിലാണ് നിങ്ങളെ മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾ അവതരിപ്പിക്കുന്ന രീതി, ശരിയായ ഉത്തരം, പിന്നെ നിങ്ങളുടെ ഓവറോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ ഇപ്പം ആ ചെയറിൽ ഇരുന്നിട്ട് എങ്ങനെയാണ് ഉത്തരം പറയുന്നത്, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എത്രത്തോളം ഉണ്ടെന്നൊക്കെ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടാവും. അതാണ് നിങ്ങളുടെ ഫൈനൽ ഇൻ്റർവ്യൂ മാർക്കിലേക്ക് എത്തിച്ചേരുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ഗുണകരമായിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങളാണ് 5Pയും 5Cയും. അപ്പോൾ അതിലത്തെ 5C എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ നമുക്ക് ക്യാരക്ടേഴ്സിലേക്ക് പോകാം. ക്യാരക്ടറിലേക്ക് വരുമ്പോൾ എന്താണ് ക്യാരക്ടറിൽ നമുക്ക് പഠിക്കാനുള്ളത്? 5P ഇതാണ്: ക്യാരക്ടർ, കൾച്ചർ ഫിറ്റ്, കരിയർ ഡയറക്ഷൻ, കമ്പിറ്റൻസ്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അതിൽ ഫസ്റ്റ് പോയിന്റ് വരുന്നത് ക്യാരക്ടറാണ്. ക്യാരക്ടറിൽ എന്താണ് വരുന്നത്? ഈ ക്യാരക്ടറിൽ നമ്മുടെ ക്യാരക്ടറിലാണ് എന്ത്? ആറ്റിറ്റ്യൂഡ് ആൻഡ് ഓവറോൾ അപ്രോച്ച്. നമുക്ക് ഇപ്പോൾ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന നിലയിൽ നമ്മുടെ ജോലി, നമ്മുടെ താല്പര്യം, ആ ജോലി ലഭിച്ചാൽ നമ്മൾ എന്തൊക്കെ ചെയ്യും, ആ ജോലിയോടുള്ള നമ്മുടെ താല്പര്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വന്ന് നിങ്ങൾക്ക് അത്രയും ആത്മാർത്ഥമായിട്ട് നല്ല രീതിയിൽ പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്നാൽ അറിയാം. നമുക്ക് തിയററ്റിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. ആ ജോലി ചെയ്യാൻ താല്പര്യമുണ്ട്. ആ താല്പര്യമാണ് ഈ ചോദ്യങ്ങളിൽ നിന്ന്, ഈ ഒരു ലെവൽ ചോദ്യങ്ങളിൽ നിന്ന് ഒരു മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്ന ജോലികൾ, നമ്മളിപ്പോൾ ഫീൽഡിലാണ്, നമുക്ക് അറിയാമല്ലോ, ജയച്ചയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഫീൽഡ് ആക്ടിവിറ്റീസാണ്. അപ്പോൾ ഫീൽഡ് ആക്ടിവിറ്റീസിൽ ഒരിക്കലും നമ്മളൊരു പക്ഷാഭേദം കാണിക്കാൻ പാടില്ല. എല്ലാവർക്കും സമമായ രീതിയിലുള്ള സേവനങ്ങൾ നൽകാൻ നമ്മൾ ശ്രമിക്കണം. അപ്പം നമ്മുടെ ക്യാരക്ടർ ഒരിക്കലും ഒരു വ്യക്തിക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്തെ നിങ്ങളുടെ ഫീൽഡിലെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹയർ അതോറിറ്റിയിലുള്ള ഓഫീസേഴ്സിനൊന്നും യാതൊരു തരത്തിലുള്ള ഒരു മൈനസ് മാർക്ക് ഉണ്ടാവാൻ ഇടയാവരുത്. അത്തരത്തിലുള്ള നമ്മൾ ആ ഒരു ക്യാരക്ടർ ആയിരിക്കണം ഏത് സമയത്തും നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. നമുക്ക് വ്യക്തിപരമായിട്ട് പല കാര്യങ്ങളും, പല ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കാം, പല വേദനകളുണ്ടായിരിക്കാം, പല തിരക്കുകളുണ്ടായിരിക്കാം. പക്ഷേ ഇത്തരം കാര്യങ്ങളൊന്നും യാതൊരുവിധ തരത്തിലും നമ്മൾ ചെയ്യുന്ന ജോലിയെ ബാധിക്കാൻ പാടില്ല. അത്തരത്തിലുള്ളൊരു മനോഭാവമാണ് നമുക്ക് ആദ്യം വേണ്ടത്. അടുത്തൊരു പോയിന്റിലേക്ക് വരുന്നത് കൾച്ചർ ഫിറ്റാണ്. ഈ കൾച്ചർ ഫിറ്റിൽ നമുക്ക് എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ജോലി ചെയ്യുന്ന എൻവയോൺമെൻറ്റ്, ആ ജോലിയുടെ സ്വഭാവം, ആ ജോലിയുടെ വാല്യൂസ് അറിയാവില്ലേ? ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ വളരെ വിലയുള്ള ഒരു സ്ഥാനമാണ്. കാരണം അറിയാം, നമ്മൾ സാധാരണക്കാർ, നമ്മൾ ഗ്രാസ് റൂട്ട് ലെവൽ വർക്കേഴ്സാണ്. എങ്ങനെയാണ്? ഏറ്റവും താഴെക്കിടയിലുള്ള ആളുകളെ അവർക്ക് ചികിത്സയോ അതുപോലെ ആരോഗ്യ സേവനങ്ങളോ മുൻനിരയിലുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്രിഡ്ജായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, അല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മളൊരു ഗ്രാസ് റൂട്ട് ലെവൽ വർക്കറാണ്. ആൾസോ നമ്മൾ അതേപോലെ തന്നെ നമ്മളൊരു ബ്രിഡ്ജാണ്. താഴേക്കിടയിലുള്ള ആളുകൾക്ക്, സാധാരണക്കാർക്ക്, അവർക്ക് നല്ല രീതിയിലുള്ള ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്രിഡ്ജായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ വർക്കിൻ്റെ സ്വഭാവം മനസ്സിലാക്കണം, നമ്മൾ അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം, അതിന് വാല്യൂസ് മനസ്സിലാക്കണം. ഓക്കെ, അപ്പം നമ്മുടെ മനോഭാവത്തിനെ കുറിച്ചിട്ടാണ് അതിന് പറയുന്നത്. നമുക്ക് എന്ത് ജോലിയും ഈ ആരോഗ്യ സംബന്ധമായിട്ട്, ആരോഗ്യ സേവന സംബന്ധമായിട്ട് എന്ത് ജോലി പറഞ്ഞാലും, നമുക്ക് എന്തൊരു അസൈൻമെൻറ്റ് വന്നാലും നമ്മളത് അത്രയും ആത്മാർത്ഥമായിട്ട് പെർഫെക്റ്റായിട്ട് ചെയ്യോ ഇല്ല എന്നുള്ള കാര്യമാണ് ഇതിലൂടെ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. അടുത്ത പോയിന്റിലേക്ക് വരുമ്പോൾ ഇനി കരിയർ ഡയറക്ഷനാണ്. കരിയർ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കരിയർ ഡയറക്ഷൻ ഈസ് അബൌട്ട് അലൈൻ ദി ജോബ് വിത്ത് യുവർ ലോങ് ടൈം കരിയേഴ്സ് ഗോൾസ് ആൻഡ് ആസ്പിറേഷൻ. നമുക്ക് വളരാൻ പറ്റിയ, നമുക്ക് നമ്മുടെ കഴിവുകൾ, നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് നമുക്കറിയാം. ഇപ്പം ഹെൽത്ത് എഡ്യൂക്കേഷൻ, നമുക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യമാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ആരോഗ്യ വിദ്യാഭ്യാസം കൊടുക്കുക. സാധാരണക്കാർക്കിടയിൽ ഇറങ്ങിച്ചെന്ന് അവരെ ആരോഗ്യ ബോധവാന്മാരാക്കേണ്ട കാര്യങ്ങൾ.
ഹെൽത്ത് ഇൻസ്പെക്ടർമാരാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിപ്പം ഒരു ലോങ് ടൈം ഗോൾസ് എന്ന് പറഞ്ഞാൽ അറിയാം, നമുക്ക് ഉയർന്നു പോകാനുള്ള ഒരുപാട് മേഖലകളുണ്ട്, ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് പ്രയത്നിച്ചാൽ നമുക്ക് നല്ല രീതിയിലുള്ള ആ ഉയർച്ച ഉണ്ടായിരിക്കും, അല്ലേ? ഇപ്പം ഗുഡ് സർവീസ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം കോവിഡിൻ്റെ സമയത്താണെങ്കിലും ഒരുപാട് നമ്മളൊക്കെ ഒരുപാട് പേരങ്ങനെ കണ്ടിട്ടുണ്ട്, നമുക്ക് ഇടയിലുള്ള ഒരുപാട് പേരും നമ്മളും അതേപോലെ അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇപ്പം നമുക്കിപ്പോൾ ഒരു ജോലിയിൽ കയറി എന്ന് വിചാരിക്കുക, അത് നമുക്ക് റിട്ടയർമെൻറ്റ് വരെ നല്ലൊരു പൊസിഷനിലേക്ക് എത്തിച്ചേരാനും അതേപോലെ തന്നെ ഒരു ഗുഡ് മാർക്ക് നേടിയെടുക്കാനും സഹായിക്കും. അപ്പോൾ നമ്മൾ അത്രയും ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഈ വർക്ക് ചെയ്യുമ്പോൾ, ഈ ആരോഗ്യ സേവന ജോലികൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ ഉയർച്ചയിലേക്കും അതിന് ബാധിക്കും. നമുക്ക് ഒരുപാട് തലങ്ങളുണ്ട് കേട്ടോ, നമുക്ക് ഒരുപാട് തലങ്ങളുണ്ട്. നമുക്കിപ്പം പലരും വർക്ക് ചെയ്യുന്നവരാവാം, അവർക്കറിയാം അവരുടെ ജോലിയുടെ സ്വഭാവങ്ങൾ അറിയാം, ആ ജോലിയിലുള്ള അവർക്ക് ആ സാറ്റിസ്ഫാക്ഷൻ എന്താണെന്ന് അറിയാം. പലരും ഫ്രഷേഴ്സ് ഉണ്ട്, അവർക്കും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, നമ്മുടെ മനോഭാവം എപ്പോഴും സേവന സന്നദ്ധത ഉള്ളതായിരിക്കണം. നമുക്കറിയാം 24 hours ഓൺ കോൾ ഡ്യൂട്ടിയാണ് നമുക്ക് വരുന്നത്. ഒരു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിന് 24 hours ഓൺ കോൾ ഡ്യൂട്ടിയാണ് പറയുന്നത്. ഏത് സമയത്ത് വിളിച്ചാലും അവൈലബിൾ ആവണം എന്നാണ് നമ്മുടെ ജോലിയുടെ ഒരു സ്വഭാവം. അതിപ്പം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ എന്നുള്ള ഒരു ടൈം ഇതില്ല. നമ്മൾ ഏത് സമയത്തും വിളിച്ചാൽ അവിടെ പ്രസൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു ജോലിയുടെ ഒരു കാര്യമുള്ളത്. അപ്പം ആ ഒരു മനോഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ഏത് സമയത്ത് വിളിച്ചാലും, ഈവൻ നമുക്ക് എന്ത് തന്നെ ആയാലും നമ്മളതിൽ അത് അറ്റൻഡ് ചെയ്യും എന്നുള്ള ഒരു മനോഭാവം നമ്മൾ വളർത്തിക്കൊണ്ട് പോകണം. ഇനി അടുത്ത പോയിന്റ്, കോമ്പറ്റൻസിലേക്ക് വരുമ്പോൾ നമ്മുടെ ടെക്നിക്കൽ സ്കില്ലുകൾ ഉണ്ടാവും, അല്ലേ? നമുക്ക് ആ ടെക്നിക്കൽ സ്കില്ല്, നമ്മുടെ ജോലിയിൽ നമ്മുടെ ടെക്നിക്കൽ സ്കില്ല് എങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിൽ ആ ടെക്നിക്കൽ സ്കില്ലുകൾ പ്രാവർത്തികമാക്കാൻ പറ്റുക എന്നതിന് ആ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് മേഖലകൾ, ഒരുപാട് സാധ്യതകൾ ഈ ജോലിയിലുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഈ ഇൻ്റർവ്യൂസിൽ ചോദിക്കും. നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്? ഇപ്പം സിമ്പിളായിട്ട് പറയാം, കമ്പ്യൂട്ടർ അറിയുമെന്ന് ചോദിക്കും. കമ്പ്യൂട്ടർ അറിയുമെന്ന് ചോദിക്കുന്നത് എന്താണ്? നമുക്ക് ഏറ്റവും കൂടുതൽ റിപ്പോർട്ടിംഗ് സിസ്റ്റമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം, നമ്മൾ റിപ്പോർട്ടിംഗ് മേഖലയിൽ. അപ്പോൾ അതിൽ കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണം, സോഫ്റ്റ്വെയറുകൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ റിപ്പോർട്ടുകൾ ഹയർ അതോറിറ്റിയിലേക്ക് അയച്ചു കൊടുക്കുക നമ്മുടെ ഒരു ഉത്തരവാദിത്വത്തിൽ പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഏറ്റവും വേഗത്തിലുള്ള റിപ്പോർട്ടിംഗ് സിസ്റ്റം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ സ്കില്ല്, ഇപ്പോൾ എന്തിനൊക്കെ ടെക്നിക്കൽ സ്കില്ലുകളുണ്ട്, നമുക്ക് ഡെമോൺസ്ട്രേഷൻ ചെയ്യാനുണ്ട്. ഇപ്പോൾ ക്ലോറിനേഷൻ ആണെങ്കിലും മറ്റ് എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ടെക്നിക്കൽ സ്കില്ലുകൾ. അതേപോലെ തന്നെ ഇതിൽ മറ്റൊരു മേഖല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ IEC പറഞ്ഞാൽ അറിയാമല്ലേ, നമുക്ക് ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് IEC പോസ്റ്ററുകൾ ക്രിയേറ്റ് ചെയ്യുക, ഇതൊക്കെ ടെക്നിക്കൽ സ്കില്ല് നമുക്ക് ഉപയോഗിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയോ, അതിൻ്റെ സാധ്യതകൾ, അതേപോലെ തന്നെ അതിൻ്റെ ഗുണങ്ങൾ, അത് എന്തിനാണ് അതിന് ഉപയോഗിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ ഇൻ്റർവ്യൂസിൽ ചോദിച്ചു വന്നിട്ടുണ്ട്. ഇനി അടുത്ത പോയിന്റ് വരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം ഈ ആശയവിനിമയം, നമ്മളിപ്പം ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന നിലയിൽ നമ്മൾ ആശയവിനിമയം നടത്തുമ്പോൾ ഒരിക്കലും ഫാൾസ് ആയിട്ടുള്ള, നമ്മൾ തെറ്റായിട്ടുള്ള ഒരു കാര്യങ്ങൾ ആരടുത്തും ഷെയർ ചെയ്യരുത്. നമ്മളിപ്പോൾ ഇൻ്റർവ്യൂവിന് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമ്മളൊരിക്കലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക. ചിലപ്പോൾ ചില ചോദ്യങ്ങൾ നമുക്ക് മനസ്സിലാവില്ല. അപ്പം തുറന്ന് പറയാം. ഇൻ്റർവ്യൂ ബോർഡ് നമ്മുടെ അടുത്ത് ചോദ്യം ചോദിക്കുന്നു, എന്തെങ്കിലും ചോദ്യം നമുക്ക് അതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് അറിയില്ല, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആണ്, ഇൻ്റർവ്യൂ ബോർഡിനോട് ചോദിക്കാൻ ചോദ്യം മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ വിചാരിച്ച ഉത്തരത്തിലേക്ക് എത്താവുന്ന രീതിയിലുള്ള വേറൊരു ചോദ്യം നിങ്ങളുടെ അടുത്ത് ചോദിക്കും. ഞാൻ പല സ്ഥലങ്ങളിലും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പലർക്കും ഇൻ്റർവ്യൂവിൽ വന്നിരിക്കുമ്പോൾ കുറേ പഠിച്ചിട്ടുണ്ടാവും, ബുക്ക് നോക്കി പഠിച്ചിട്ടുണ്ടാവും, അത്തരം കാര്യങ്ങളൊക്കെ അതിൻ്റെ
തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇൻ്റർവ്യൂ ബോർഡിലിരിക്കുന്ന ഏതെങ്കിലും സാറന്മാർ, ചിലപ്പോൾ ഹയർ പൊസിഷനിലിരിക്കുന്ന ഏതെങ്കിലും സാറന്മാരാവും, നിങ്ങളെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങളുടെ മൊത്തത്തിലുള്ള നിങ്ങളുടെ അപ്പിയറൻസ് ഒക്കെ നോക്കി ഒരു ചോദ്യം ചോദിച്ചാൽ അവിടെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ മൊത്തത്തിൽ അങ്ങോട്ട് ഡൗൺ ആവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. നമുക്ക് പറയാൻ പറ്റുന്നില്ല, നമുക്ക് അറിയുന്ന ചോദ്യങ്ങൾ ആണെങ്കിലും അറിയുന്ന ഉത്തരമാണെങ്കിലും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുന്നുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ വായിച്ച് പഠിച്ച് കൃത്യമായിട്ട് ഇന്നതാണ് അതിൻ്റെ റൈറ്റ് ആൻസർ പഠിച്ചു പോവുക. അതിൻ്റെ നമുക്ക് ടോപ്പിക് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് മേജറായിട്ട് ഇപ്പോൾ നമുക്ക് ക്രാക്ക് ചെയ്യേണ്ടത്, ഇപ്പോൾ നമുക്ക് ജയിക്കേണ്ടത് ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഇൻ്റർവ്യൂ ബോർഡിനടുത്ത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ മുഖം താഴ്ത്തി തല കുനിച്ച് ഉത്തരം പറയരുത്. കൃത്യമായിട്ട് ആരാണോ നമ്മുടെ അടുത്ത് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ആ സാറിൻ്റെ മുഖത്ത് നോക്കി നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് അതിനുള്ള ഉത്തരം പറയുക. ഈ ഒരു പ്രവണത തന്നെയാണ് നമ്മൾ ഫീൽഡിൽ പോകുമ്പോഴും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരും. നമുക്ക് ജോലി സ്ഥലങ്ങളിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുണ്ടാവും, ക്ലാസ് എടുത്ത് കൊടുക്കാനുണ്ടാവും. ചിലത് നമുക്ക് കേട്ട് ഇരിക്കേണ്ട കാര്യങ്ങളുണ്ടാവും, തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാവും. ദേഷ്യപ്പെടാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഒരു കാരണവശാലും പ്രകോപിതമാവാത്ത രീതിയിൽ വേണം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നിലനിർത്തേണ്ടത്. കാരണം അറിയാം, നമ്മൾ പബ്ലിക്കിലേക്കാണ് ഇറങ്ങിച്ചെല്ലുന്നത്. പൊതുജനങ്ങൾ പല തരത്തിലാണ് അവരുടെ സ്വഭാവം. പൊതുജനങ്ങളുടെ സ്വഭാവം 10 പേരുണ്ടെങ്കിൽ 10 സ്വഭാവമാണ്. അപ്പോൾ ആരാണോ നമ്മുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഒരിക്കലും യാതൊരു തരത്തിലും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അത് വീണ്ടും ആ ഒരു സിറ്റുവേഷൻ സീരിയസ് ആക്കാത്ത രീതിയിലായിരിക്കണം കമ്മ്യൂണിക്കേഷൻ. ഇതെല്ലാം ഒരു ടീം വർക്കായിട്ട് ചെയ്യേണ്ടതാണ്. അപ്പം ഈ ഇൻ്റർവ്യൂവിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നമ്മൾ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുഖത്ത് നോക്കി ആരാണോ ചോദ്യം ചോദിക്കുന്നത് ആ ചോദ്യം ചോദിച്ച ആൾക്കാണ് എൻ്റെ ഉത്തരം കൊടുക്കേണ്ടത്. അത് ആളുടെ മുഖത്ത് നോക്കിയിട്ട് തന്നെ കൃത്യമായിട്ട് നല്ല കോൺഫിഡൻസോട് കൂടി ഒരു ഉത്തരം പറയുക. അപ്പോൾ ഇത്തരം പോയിന്റുകൾ ഇപ്പോൾ നമ്മൾ 10 പോയിൻ്റാണ് ഇതിൻ്റെ ബേസിക് ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ 5P അതേപോലെ തന്നെ 5C ഈ പോയിന്റുകൾ ഒന്ന് കൃത്യമായിട്ട് ഈ വീഡിയോ കേൾക്കുക. അതിൻ്റെ നോട്ടുകൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വീഡിയോ കേൾക്കുക. അതുപോലെ തന്നെ അത് വീഡിയോ കേട്ടാൽ മാത്രം പോരാ, അത് നിങ്ങളുടെ ഉള്ളിലേക്ക് അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ടെൻഷൻ ഉണ്ടാവും. ഇൻ്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാവും. ഓരോ ആളുകൾ നമ്മുടെ മുന്നിലെ ആൾ കയറി ചെന്ന് തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ ആളുടെ അടുത്ത് ചോദിക്കും എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചത്. അപ്പോൾ ആ കുട്ടി പറയും ഇന്ന രീതിയിലാണ് ചോദിച്ചത്. അപ്പം ഒരാളുടെ അടുത്ത് ചോദിച്ച ചോദ്യം ഒരാളുടെ അടുത്ത് ചോദിക്കണമെന്നില്ല. തീർച്ചയായിട്ടും ഇപ്പോൾ 50 പേരുണ്ടെങ്കിൽ 50 പേരുടെ അടുത്ത് ചിലപ്പോൾ വ്യത്യസ്ത ചോദ്യങ്ങളാവും ചോദിക്കുക. അത്തരത്തിലുള്ള വിഭവങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, നമുക്ക് ഈ സർവീസിലുണ്ട്. അപ്പം ഒരിക്കലും നമുക്ക് ഒരാൾ ചോദിച്ച ചോദ്യങ്ങൾ മാത്രം അടുത്ത ആൾക്ക് ചോദിക്കുക എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാൻ പറ്റില്ല. അപ്പം ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിലും ആ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കിട്ടാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം. ഈ ഫസ്റ്റിൽ ഇപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്ന ബേസിക് ആയിട്ടുള്ള 2 ലെസൺ ഇത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ മനോഭാവത്തിനോട് കൂടെ തന്നെ വളർത്തിയെടുക്കേണ്ട കാര്യങ്ങളാണ്. ഇത് ഏത് ഇൻ്റർവ്യൂവിൽ പോയാലും, ഏത് പോസ്റ്റിൻ്റെ എന്ത് ഇൻ്റർവ്യൂവിൽ പോയാലും ഈ ഒരു കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇൻ്റർവ്യൂ സക്സസ് ആവാൻ പറ്റും, നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റും, നല്ല സ്കോർ. നമ്മളെപ്പോഴും പ്ലസൻ്റ് ആയിട്ടിരിക്കണം ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ഫ്രണ്ടിൽ. ഒരിക്കലും ടെൻഷനായിട്ട് കൈ വിറച്ചോ അല്ലെങ്കിൽ വേർപ്പ് തുടച്ചോ ഒന്നും ഇരിക്കരുത്. നല്ല പ്ലസൻ്റ് ആയിട്ടിരിക്കുക. ചോദ്യം ചോദിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ പറയുക. നല്ല കോൺഫിഡൻസ് ലെവലോട് കൂടിയിട്ട് ഉത്തരങ്ങൾ പറയുക. അത്തരത്തിലുള്ള രീതിയിലാവുമ്പോൾ നമുക്ക് ആ ഇൻ്റർവ്യൂ നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റും. ഓക്കെ. ഇപ്പം ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നാളെ ആരംഭിക്കുന്നതാണ്. അപ്പം ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഞാൻ ഒന്നും കൂടെ ഞാൻ പറയുകയാണ്. ഈ ഒരു പോയിന്റുകൾ കൃത്യമായിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇരിക്കുക. ബാക്കി നമുക്ക് നമ്മുടെ ജയിച്ച ഇൻ്റർവ്യൂവിൽ എന്തൊക്കെയാണ്
ചോദിക്കാൻ സാധ്യതയുള്ളതിൻ്റെയൊക്കെ ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഡെഫിനിഷൻ മുതലാണ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ മുതലുള്ള ക്ലാസ്സുകൾ നാളെ മുതൽ ഷെയർ ചെയ്യും. ഓക്കെ, താങ്ക് യു.